ഹലോ ഗായ്സ്, ഒരു ദിവസം തന്നെ 2 പരിപാടി. അപ്പോൾ രണ്ടും മിസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. രണ്ടും വേണ്ടപ്പെട്ട വരെ പരിപാടിയാണ്. അപ്പോൾ രാവിലെ ഉണ്ടായത് രാഖിയുടെ അമ്മാവൻ്റെ മോളെ കല്യാണത്തിന് പോകേണ്ട ഒരു ക്ഷണം ഉണ്ടായിരുന്നു. രാഖി എന്ന് പറയുന്നത് എൻ്റെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അപ്പം ഞാനും മിനിയേച്ചി ഇട്ട ഡ്രസ്സ് ഏകദേശം ഒരുപോലല്ലേ? ഏകദേശമല്ല, ഒന്ന് തന്നെയാണ്, കളർ ചേഞ്ച് മാത്രമാണ് കേട്ടോ. അപ്പോൾ രാഖി എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതാണ് രാഖി. രാഖി പാവാണ് കേട്ടോ ക്യാരക്ടർ. ഓളുടെ ശരിക്കും നമുക്ക് എപ്പോൾ നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് രാഖിയുടെ. അപ്പോൾ സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് പൊതുവേ നമ്മളൊരു കല്യാണം കിട്ടാൻ കാത്തിക്കുന്നില്ലേ, ബന്ധുക്കളെ കല്യാണമാണെങ്കിൽ സ്പെഷ്യലായിട്ട് ഒരുങ്ങാൻ വേറൊന്നും വേണ്ട ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ കുശലൊക്കെ പറഞ്ഞു. ദിവ്യേച്ചി ഉണ്ട്, ദിവ്യേച്ചി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ സദ്യ കഴിക്കാൻ പോയി. സദ്യ അടിപൊളിയായിരുന്നു. സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കറി എനിക്ക് ഫ്രൂട്ട്സ് കറി കേട്ടോ. നല്ല പൈനാപ്പിൾ മുന്തിരിയിലിട്ട കറി. ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ സാമ്പാറും പുളിങ്കറിയൊക്കെ കൂട്ടിക്കുഴച്ച് സദ്യ കഴിച്ചു. നിവട്ടന് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചു എന്നാണ് ഞാനീ പറയുന്നത്, പക്ഷേ അത് ജഗ്ലിങ് വോയിസ് ആയതുകൊണ്ട് ഞാനത് പിന്നീട് കൊടുത്തു. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ സുജിയുടെ ഹൗസ് വാമിംഗ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സുജിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. സുജിയാണ് ഓരോന്ന് ഈ വീടിന് വേണ്ടിയിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആണുങ്ങൾ അധ്വാനിക്കുന്നതിൽ കൂടുതൽ ഓൾ അധ്വാനിച്ചിട്ടുണ്ട്. ഓട്ടവും പാച്ചിലൊക്കെ ആയിരുന്നു. ഡാൻസ് ക്ലാസ്സിന് ഇടയ്ക്കിടയ്ക്ക് മുങ്ങാറുമുണ്ട്. കാരണം വീടിൻ്റെ പണി നടത്തിപ്പിക്കുന്നതെല്ലാം ഓൾ തന്നെയായിരുന്നു. അപ്പം അടിപൊളി വീടായിരുന്നു. ഒന്നും പറയാനില്ല വീട് കാണുമ്പോൾ. ശരിക്കും ഓൾ എഫേർട്ട് എടുത്തതിന് നല്ലൊരു റിസൾട്ട് ഉണ്ട്. നമ്മൾ എന്തിന് എഫേർട്ട് എടുത്താലും അതിനൊരു റിസൾട്ട് വരും ഗൈസ്. അപ്പോൾ അടിപൊളി കിച്ചണൊക്കെ അടിപൊളി സൂപ്പറായിരുന്നു. ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഒന്നും പറയാനില്ല, വീട് കുറേ കണ്ട് ആസ്വദിച്ചു. അങ്ങനെ അടുക്കളൊക്കെ കണ്ടു. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കെല്ലാം സൂപ്പറാട്ടോ, കിടക്കാച്ചിയായിരുന്നു. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് രണ്ട് ഏടത്തിയമ്മമാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നു നിവി എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്. രാവിലെ ഞാൻ ഇട്ട ഡ്രസ്സിൽ ഞാനും മിനിയേച്ചിയും ഒരേപോലത്തെ ഡ്രസ്സ് കളർ ചേഞ്ചാണ്. ഇതിൽ ഞാനും അടുത്തമ്മയും ഒരേ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഒരു കളർ ചേഞ്ച് ഒന്നുമില്ല. ഇത് സ്റ്റെയറിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ ആടെയുള്ളൊരു ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഒരു സോഫ പോലെ അറേഞ്ച് ചെയ്തിട്ട് കണ്ടോ. ഈ ഡ്രസ്സ് ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. ആ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കിടക്കാച്ചിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലൊക്കെ കാണാൻ വേണ്ടി കയറി. സാധു ഉണ്ട്. ഗോപുവിനും സാധുവിനെല്ലാം ഇപ്പം അപൂർവമായിട്ട് വീഡിയോയിൽ കാണാറുള്ളൂ. ഇവമോക്ക് പിന്നെ വീഡിയോ പുറകിലുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ആക്ടിങ് ചെയ്യാനും അറിയാം. പിന്നെ രാത്രിയായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. കാരണം രാത്രിക്കാണ് ശരിക്കും പറഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ വീടിൻ്റെ ശരിക്കുള്ള വൃത്തി അറിയുന്നത്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി ആയിരുന്നു ഉണ്ടായത്. നമുക്ക് ആവശ്യത്തിലധികം കോരിയെടുത്ത് കഴിക്കാം. അങ്ങനെ ഫുഡ് നല്ല രീതിക്ക് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇട്ടിട്ട് അപ്പോൾ ബൈ, സീ യു.